ഈ ചിക്കന് നമ്മൾ എടുത്തിട്ടുള്ളത് ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ പത്തിരിയാണ് കേട്ടോ, അന്ന് റമദാൻ സ്പെഷ്യൽ നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. വറുത്തരച്ച കോഴിക്കറിയിലേക്ക് ഇതാ കുറച്ച് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഈ ചെറിയ ഉള്ളി നമുക്ക് വറുത്തിടാനുള്ളതാണ് കേട്ടോ, അത് ലാസ്റ്റിൽ വറുത്തിടാനുള്ളതാണ്. പിന്നെ ഇതിൽ ഒരു 4 കഷ്ണം പൊട്ടറ്റയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കറിയാണ് വറുത്തരച്ച കോഴിക്കറിയിൽ. പൊട്ടറ്റോ ഒക്കെ ഇടുമ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇവർ ചിക്കൻ കഴിക്കുന്നേക്കാളും പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ എടുത്ത് കഴിക്കുന്നത്. ഒരു പാൻ ചൂടാകുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള കറികളാകുമ്പോൾ കൂടുതൽ വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ ഇതാ ഞാനൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട, ഏലക്കായുടെ കഷ്ണമൊക്കെ ഞാൻ അതിലേക്ക് കട്ട് ചെയ്തിട്ട് സവാള കൊടുക്കും. ഈ സവാള ഒരുപാട് വരുന്ന ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. കാരണം നമ്മൾ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഈ തേങ്ങ അരച്ചൊക്കെ വറുത്തൊക്കെ അരച്ച് വെക്കുന്ന കറിയിൽ ഒരുപാട് വേവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പം സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതാ പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് തന്നെ നല്ല കീറിയതാണ്, അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചതച്ചെടുത്തതാണ് കേട്ടോ, പേസ്റ്റൊന്നുമല്ല, നല്ല ചതച്ചെടുത്ത വെളുത്തുള്ളി. എണ്ണയൊക്കെ കുറച്ച് ചേർത്തിട്ടുള്ളൂ, കാരണം നമുക്കിനി ലാസ്റ്റിൽ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വറവിടാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ വീണ്ടും വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വഴറ്റുന്ന സമയത്ത് ഞാൻ കുറച്ച് എണ്ണ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ടേ, കുറച്ച് മതി. ഓൾറെഡി നമ്മൾ വറുത്ത തേങ്ങയിലൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടതുണ്ട്, അപ്പോൾ ഒരുപാട് വേണ്ട, ചെറുതായിട്ട് കുറച്ചൊന്ന്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ആ പൊട്ടറ്റോ ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തു, നമ്മൾ പൊട്ടറ്റോ ഇട്ടു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ഒരു എരിവ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ, ഇത് കുക്കറിലല്ലാത്തതുകൊണ്ട് തന്നെ 10 മിനിറ്റൊക്കെ വേവിച്ചെടുക്കണം. ഞാൻ ഈ ചിക്കൻ ഉണ്ടല്ലോ കുറച്ചൊന്ന് ചൂടായതിന് ശേഷം മാത്രമാണ് വെള്ളം ഒഴിക്കുള്ളൂ കേട്ടോ. ആദ്യം തന്നെ വെള്ളം ഒഴിക്കില്ല. ഒന്ന് അതിൻ്റെ ചിക്കൻ മേക്കൊക്കെ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് പിടിച്ച്, ഉപ്പൊക്കെ പിടിച്ച്, പിന്നെ ആ വെള്ളം ആദ്യം നമ്മൾ ആ ചിക്കൻ്റെ ഉള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുള്ളൂ. കുറച്ച് സമയം ഇത് വെന്തതിന് ശേഷം ഒരു ഇത്തിരി നേരം, ഒരു 5 മിനിറ്റൊക്കെ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ആ വേവന് വേണ്ടി മാത്രമുള്ള വെള്ളം മതി. ഇനി അടച്ച് വെച്ചിട്ട് ചിക്കൻ വേവുന്ന വരെ വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് മതിയോ, 10 മിനിറ്റൊക്കെ മതിയാവും. നല്ല ഫ്ലെയിമിലാണെങ്കിൽ 10 മിനിറ്റ് മതി. തേങ്ങ ഞാൻ കുറച്ച് നേരത്തെ വറുത്ത് വെച്ചതാണ് ഇത് കേട്ടോ. നമ്മൾ നേരത്തെ വറുത്ത് റെഡിയാക്കി വെക്കും. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അതായത് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി, ഇത്രയും ഐറ്റംസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി വലിയ ജീരകം, കറിവേപ്പിലൊക്കെ ചേർത്ത് വറുത്തെടുത്തതാണ്. ഇനിയും വേണമെങ്കിൽ നമുക്ക് കുറച്ച് പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ ആവണം കേട്ടോ, ഒരുപാടല്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം. അപ്പം അതുവരെ ഞാൻ ഒന്നും കൂടെ വറുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഒരു ചെറിയ കറിയാണ് വെക്കുന്നത് കേട്ടോ, ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല. അപ്പോൾ ഈ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ആ ചെറിയ ചൂടിൽ. ഇത് മസാലകളൊന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ ഓൾറെഡി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മതി. വേവുമ്പോഴേക്കും നമുക്ക് ഈ അരപ്പ്, ഇതാ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയുടെ
ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതാണ് നമുക്ക് ചിക്കൻ വെന്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കറിയിലേക്ക്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ വറുത്തത് ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഇതാ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ചിക്കൻ്റെ കറി മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. വെന്തിട്ടുണ്ട് ഞാൻ നോക്കി, പൊട്ടിട്ടെല്ലാം നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തിക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് തിക്കിനെസ്സൊക്കെ പാകമാക്കാം കേട്ടോ. നമുക്ക് എത്ര ലൂസ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോഴാണ് കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു ചെറിയ തക്കാളി. അപ്പോൾ ഈ മസാല വീഴുമ്പോഴേക്ക് തക്കാളി വെന്ത് പാകം കേട്ടോ. നേരത്തെ ചേർത്ത് കൊടുക്കാറില്ല, ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടി മാത്രം. ഈ കറിയിൽ നിന്ന് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ? ഇതാണ് ഈ കറീൻ്റെ പാകം. ഈ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരും. കറി നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഈ മസാല നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ആ തേങ്ങയിലല്ലേ ചേർത്തത്, അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വേവണം. അപ്പോഴാണ് ഈ എണ്ണ അങ്ങനെ തെളിഞ്ഞ് നല്ല എണ്ണയൊക്കെ പൊങ്ങി വരുമ്പോൾ മുകളിൽ തെളിഞ്ഞ് വരുമ്പോഴാണ് ഈ കറി പാകമായി നമുക്ക് മനസ്സിലാവുക. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ പത്തിരിയിലേക്കുള്ള അടിപൊളി വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പത്തിരിയിലേക്ക് വളരെ ടേസ്റ്റിയാണ്. ഇത് പിന്നെ പൊറോട്ടയിലേക്കാണെങ്കിലൊക്കെ ചേരും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെയും പുതിയ പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ താങ്ക് യു, ടേക്ക് കെയർ, ബൈ.